വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. എല്ലാ ജനങ്ങളും പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലോകത്തിൽ എല്ലാം നേടണമെങ്കിൽ, എല്ലാ സമ്പൽ സമൃദ്ധിയിലും ജീവിക്കണമെങ്കിൽ, ജീവിത സൗഭാഗ്യങ്ങളെല്ലാം കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല മാർഗം വിഷ്ണുവായ സ്വാമിയെ ഉപാസിക്കുകയാണ്, പൂജിക്കുകയാണ്, അല്ലെങ്കിൽ ആവിധ പൂജകളിൽ പങ്കുകൊള്ളുകയാണ്, കാര്യസാധ്യങ്ങൾ അവിടെ പോയി നടത്തുകയാണ് ഏറ്റവും നല്ലത് എന്ന് തുടങ്ങിയിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളുമാണ് ആളുകളിൽ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതലുള്ളത്. അത് ശരിയെന്ന് വരുത്തി തീർക്കുവാനായിട്ട് വല്ലാത്ത പരസ്യങ്ങളും വല്ലാത്ത രീതിയിൽ ആളുകളെ ആകർഷിക്കുന്ന പൂജയുടെ വിവരണങ്ങളും അതും എല്ലാം പറയുന്ന ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള മഠങ്ങൾ തുടങ്ങിയ ക്ഷേത്രങ്ങൾ മുതൽ കൊട്ടിലുകൾ വരെയുള്ള എല്ലാവരും ഓൺലൈനിൽ സജീവമാണ്. അത് തെറ്റാണെന്നോ ശരിയാണെന്നോ, അവരാരും മോശക്കാരാണെന്നോ, ഇന്നൊരു നല്ലവരാണെന്നോ ഇന്നൊരു മോശക്കാരാണെന്നോ ഒന്നും പറയാൻ നമ്മൾ ആളല്ല, നമ്മളങ്ങനെ പറയുകയുമില്ല. എല്ലാവരും നല്ലതാണ്. എല്ലായിടത്തും ഒരാൾ തന്നെയാണ് വിഷ്ണുവായ സ്വാമിയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞൊടിയിടയിൽ മാറ്റും, 2 പൂജ കൊണ്ട് മാറ്റും, 2 പുഷ്പാഞ്ജലികൾ മാറ്റും, ഒരു മന്ത്രം കൊണ്ട് മാറ്റും എന്ന് പറയുന്ന ആളുകളുടെ അവകാശവാദങ്ങളെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ തിരിച്ചൊരു ചോദ്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. കേരളത്തിലെ പല കൊട്ടിലുകളും പല ചെറിയ ക്ഷേത്രങ്ങളും എന്ന് തുടങ്ങി പല വലിയ സ്വാമിയുടെ ക്ഷേത്രങ്ങളിലും പലവിധ പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മൾ വർത്തമാനകാലത്ത് കണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. വലിയ വലിയ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ക്ഷേത്രം എന്ന് തുടങ്ങി എല്ലാവിധ പ്രശ്നങ്ങളും നടക്കുന്ന പല ക്ഷേത്രങ്ങളും ചാത്തൻ സ്വാമിയുടേതായിട്ട് നിലവിലുണ്ട്, വർത്തമാനകാലത്തുണ്ട്. പലതിൽ പ്രശ്നങ്ങൾ വരുന്നു എന്നും പറഞ്ഞ് ഉള്ള അറിയിപ്പുകൾ, അങ്ങനെ പല വിധത്തിൽ. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഭക്തൻ ചോദിക്കും, എന്തുകൊണ്ട് അതങ്ങനെ വരുന്നു? ശരിയല്ലേ? വളരെ സത്യസന്ധമായ ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് അങ്ങനെ വരുന്നു? ഉത്തരം പറയേണ്ടത് നമ്മളാരുമല്ല. ഉത്തരം പറയേണ്ടത് ഈ പരസ്യങ്ങൾ കൊടുത്ത് ഈ ആളുകളെ വിളിച്ചു വരുത്തി ഇതേ രീതിയിൽ കെട്ടിപ്പൊക്കിയിരിക്കുന്ന ഈ വിഷ്ണുവായ സ്വാമിയെ മാർക്കറ്റിംഗ് തന്ത്രമാക്കി മാറ്റിയ, മാർക്കറ്റിംഗ് ടൂളാക്കി മാറ്റിയ ഇതേ ഉപാസകർ തന്നെയാണ് ഇതിനുള്ള ഉത്തരം സാധാരണ ഭക്തജനങ്ങൾക്ക് കൊടുക്കേണ്ടത്. അത് സ്വാമിയായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ വായിൽ നിന്ന് തന്നെ കൃത്യമായി വീഴിക്കുകയും ചെയ്യും. അതിന് നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവണമെന്നില്ല. വിഷ്ണുവായ സ്വാമി എല്ലാം കണ്ടിരിക്കുകയാണ്. സ്വാമിയേ നമ.